ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ മുടക്കൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഫാം ഹൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിഷമമായിപ്പോയി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച ഇച്ചിരി വലുതായിരുന്നു, പക്ഷെ ഇത് വളരെ ചെറിയൊരു ഫാം ഹൗസ് ആയിരുന്നു. നമ്മളൊരു 5 ഫാമിലിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇച്ചിരി ചെറുതായ കാരണം അവിടെ സ്റ്റേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫാം ഹൗസും കൂടി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മുടക്ക് തലേദിവസമാണല്ലോ അറിയാം. അപ്പം പെട്ടെന്നായ കാരണം എല്ലാം ബുക്ക്ഡായിരുന്നു. അതുകൊണ്ടാണ് ഫോട്ടോസൊന്നും കാണാണ്ടാണ് ഞങ്ങളിത് എടുത്തായിരുന്നു കേട്ടോ. അതാണ് പറ്റിയത്. പിന്നെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ് മെയിനായിട്ട്. അപ്പോൾ ട്യൂബൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വീർപ്പിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇരുന്നിട്ട്. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഫാം ഹൗസിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ആദ്യം കുറച്ച് നേരം ഞങ്ങളൊക്കെ ഇറങ്ങി, പിന്നെ ചേട്ടന്മാരൊക്കെ ഇറങ്ങിയായിരുന്നു. അതിന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇച്ചിരി ഫോമലായിട്ട് കഴിക്കുകയാണ് കേട്ടോ ഫുഡ്. ഇങ്ങനെയൊന്നല്ല അവൾ ഫുഡ് കഴിക്കുക, പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സംഭവം ചെറിയ ഫാം ഹൗസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല നീറ്റായിരുന്നേ, നല്ല 3 റൂമാണെങ്കിലും നല്ല വൃത്തിയുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ കിച്ചണും ഒക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇത്രയധികം ആൾക്കാർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് ഒക്കെ നമ്മുടെ സുനിലേട്ടൻ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊതിയുന്നോണ്ടൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടി പൂളിലൊക്കെ ഇറങ്ങി. എനിക്ക് ഇവിടുത്തെ ഈ പൂളിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഇച്ചിരി തണുവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളത്തിന്. അത് കാരണം തന്നെ റെയിനും ഇറങ്ങിയില്ല. റെയിനും സാധാരണ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറക്കാറില്ല പൂളിൽ. അവന് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവന് പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ആയിട്ട്. അപ്പം ഇപ്പം എനിക്കാണെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം അവൻ തീരെ സമ്മതിക്കില്ലായിരുന്നു എന്നെ. അവൻ ഇറങ്ങില്ല, എന്നെ ഇറക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും രശ്മിയും കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ്ങൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി എണീറ്റ് വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈകുന്നേരമൊക്കെ ആയി. ഞങ്ങൾ മറ്റേ ഫാം ഹൗസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ കാറിലോട്ട്. രാത്രിക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള കാരണം കിച്ചണിലധികം നേരം നമുക്ക് നിൽക്കേണ്ടി വന്നില്ലായിരുന്നു കേട്ടോ. അതുതന്നെ വലിയ കാര്യമായിരുന്നു. ഫുഡ് ഉണ്ടാക്കി വന്നതുകൊണ്ട് കിച്ചണിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കിനും എത്തിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കലത്തെ ഫുഡ് അങ്ങനെ കഴിച്ചു. രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കിനും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയല്ല ഞങ്ങൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും മസാലയൊക്കെ പുരട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി ഗ്രില്ല് ചെയ്യൽ ശരത്തും സതീഷിനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യണേ. ഞങ്ങളെ കൊണ്ട് അടുപ്പിച്ചില്ലായിരുന്നു, അവർ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും അത് കരിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു മാത്രം. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡിൻ്റെ തിരക്കിലായി. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ റെയിനുവിനെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. മീൻ കുറേ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പരിചിതമേതോ പരിമളവാവിൽ അറിയുകയായി ഞാൻ വെറുതെ അലഞ്ഞു
പ്രേമത്താൽ മാത്രം മിഴികളിൽ വിടരും പേരില്ല പൂക്കൾ കാണുകയാണ് മായാമന്ത്രം കാതിൽ നെഞ്ചം നീലാകാശം മൗനങ്ങൾ വീണ്ടുമൊരു നേരത്ത് മോഹങ്ങൾ പെയ്യുമൊരു തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനികളിനരിക ശലഭമായി വളവായി നെഞ്ചം ആ പോകുന്നൊരു മത്സ്യകന്യകയാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ അരുണിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പൂളിൽ ചാടിയിട്ടുണ്ടായിരുന്നു. നല്ല പോലെ എൻജോയ്. ഇത് ഇച്ചിരി ആഴം നല്ല പോലെ കൂടുതലായിരുന്നു കേട്ടോ ഈ പൂളിൽ. അപ്പോൾ അത് കാരണം തന്നെ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പിന്നെ ട്യൂബുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും പിന്നെ രാത്രി ഒരു വൈകിട്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോകുന്നായിരുന്നു. പിന്നെ കുറച്ച് പേര് അവിടെയും സ്റ്റേ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ ഫാം ഹൗസ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. രാവിലെ ഒരു 9 മണിക്ക് ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും മൂഡ് ഓഫായി. ഒരു ദിവസം ഫുള്ള് എങ്ങനെ പോയതെന്ന് തന്നെ അറിയില്ല. അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്